കൂയ്. ഇതാ മാമിക്കിതാ തരാമോ? മാമിച്ച് തരാവോ? അയ്യോ ഒക്കത്തില്ല. ഇതിലേതാ? ഇതിൽ താ. അയ്യോ ബൈ ബൈ. യോ എടുത്ത് വെയ്യ അതിനകത്ത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരാൻ കുറേ വൈകി, കുറച്ച് താമസിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ കയറിയത് കൊണ്ട് നാളെ നമ്മുടെ വീടിൻ്റെ തറയുടെ എൻ്റെ പില്ലർ കിട്ടിയില്ല, അതിൻ്റെ ബീം വാർക്കുന്നതിന് പണിക്കാരുണ്ട്. 6-7 പേരുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കണം, ഉച്ചക്കലത്തേത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് കയറി. അതെല്ലാം വാങ്ങി വന്നപ്പോഴത്തേക്ക് താമസിച്ചു. ചിക്കൻ വാങ്ങിച്ചു, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ തൈരും പിന്നെന്താ പപ്പടം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്ന പോലെ ചിക്കൻ കറിയും റൈസ്, ബസുമതി റൈസ് വേവിച്ചെടുക്കാം. ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു. അവർക്കധികം കറികളൊന്നും വേണ്ടല്ലോ. അവർക്ക് ചിക്കൻ അന്നാണെങ്കിലും സാമ്പാറൊക്കെ അധികം വളരെ കുറച്ചാണ് കൂട്ടിയത്. ചിക്കനും അതിൻ്റെ ചാറും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് പക്ഷേ അധികം ചാറൊന്നും ഇല്ലാതെ കറി വെച്ചത്. അപ്പം ഞാൻ വെച്ച് നാളത്തേക്ക് ഇച്ചിരി കറിയാക്കാം, എന്നിട്ട് ആ റൈസും എടുക്കാം. അതിൻ്റെ കൂടെ സാലഡും പപ്പടവും, പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ വന്നപ്പം വൈകിയത് കൊണ്ട് ഇന്ന് എന്തായി പണി എന്നുള്ളതൊന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോരുന്നു. പിന്നെ മുത്തങ്ങ് ചെന്നു, രാവിലെ 10 മണിയായപ്പോഴത്തേക്ക് അങ്ങ് ചെന്നു. ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ റെസ്റ്റ്. തിങ്കളാഴ്ച കോളേജിൽ പോകണം. 2-3 ദിവസത്തെ ക്ലാസ് പോയി. തിങ്കളാഴ്ച തൊട്ട് കോളേജിൽ പോകും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഇവർ നാളെ വർക്കുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അതിന് മുമ്പേ ഞാൻ ഇച്ചിരി മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1/2 കിലോ ഈ കേര നമുക്ക് രാത്രിയിലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അതും കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. അതൊക്കെ ഇനിയും റെഡിയാക്കണം. പിന്നെ ചിക്കന് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എവിടെ? അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അതിനി അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കുറച്ച് ഉള്ളി ഇഞ്ചി അതുപോലൊക്കെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്നത് പോലെ ഞാൻ വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെന്താ, അതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം. ചൂടും ഉഷ്ണവും അലച്ചിലും ഒക്കെയാണ്. അപ്പോൾ കുളിച്ച് ചിരിച്ചിട്ട് വരാം. എന്തോ ജോലിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ കൊണ്ടുവന്നതും അതെല്ലാം കഴുകി വെച്ചു. മീനെല്ലാം മസാല പുരട്ടി വറക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കുറച്ച് ഇന്ന് രാത്രിയിലത്തേക്ക് വറക്കാൻ പുരട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഈ സാധനങ്ങളെല്ലാം അവർ സന്ധ്യയ്ക്ക് വിളിച്ച് പറഞ്ഞു, നാളെ അങ്ങ് നിൽക്കട്ടെ പണിക്ക്. അപ്പം നാളെ അവർക്ക് മെഷീനൊക്കെ ഫ്രീ ആയിട്ട്, ഞായറാഴ്ച ഫ്രീ ആയിട്ടുണ്ട്, അപ്പം നാളെ അങ്ങ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ 7 പേർക്ക് ഫുഡും കൊടുക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഇനിയിപ്പം വാർപ്പിന് കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഫുഡ് എവിടെയെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തെങ്കിലും ഇനിയിപ്പം ആൾക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഈ അലച്ചിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നാളെ ഞായറാഴ്ചയുമാ 6-7 പേരെ ഉള്ളു താനും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇച്ചിരി വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ റൈസ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ അവിടെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിയായിട്ടിരിക്കും. എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ എനിക്ക് ആ ദേഷ്യമില്ല, അവിടെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പോരുന്നു. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ചുമ്മി. ഇപ്പോൾ അത് വണ്ടി ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ലല്ലോ, വണ്ടി അവിടെ വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചുമ്മിക്കിട്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുപോയി ഞാൻ ഇവിടെ വെച്ചോളാം, അവർക്ക് ഞാൻ എന്തായാലും ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അമ്മ പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ അല്ലെങ്കിൽ നല്ലതെന്നൊക്കെ പറഞ്ഞെല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മോനിക്കൂട്ടിന് അങ്ങോട്ട് പോയി. എന്നാലും ഞാൻ ചിക്കനെല്ലാം കഴുകി അതിനുള്ള സവാളയെല്ലാം റെഡിയാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ച് വെച്ചു.
അതൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞു, സ്നേഹമായിട്ടിരിക്കുവാണെങ്കിൽ ഞാൻ വരും, കണക്കാണെങ്കിൽ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ലാസ്റ്റായിട്ട് കഴിച്ചു. കാരണം എന്താ വെച്ചാൽ മാമിന് കഴിക്കാൻ പൊതി കൊടുത്തു വിട്ടു. മാമിന് ഇപ്പം ഈ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ സപ്ലൈ ഉണ്ട്. ഈ ചൂട് കാലമാകുമ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിലൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട് മുനിസിപ്പാലിറ്റിക്കാര്. അപ്പൊ അതിന്റെ വണ്ടിയെ പോകുന്നുണ്ട് മാമന്. ഈ ഒരു സീസണിലേ ഉള്ളു ആ വണ്ടിയിലോട്ട്. അപ്പം അതേ പോകുന്നുണ്ട്. അപ്പൊ അതിരാവിലെ പോകും. കുറേ ഏരിയ ഉണ്ടായിരിക്കും വെള്ളമൊക്കെ സപ്ലൈ ചെയ്യാൻ. അപ്പൊ അതിരാവിലെ പോകും. അപ്പൊ ചോറ് കൊണ്ടുപോകാൻ പാടാം. മാമി ഞാൻ പോകുമ്പോ തന്നു വിടും. ഇന്നും ചോറ് തന്നു വിട്ടു. 2 പൊതി തന്നു വിട്ടു. മാമിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഹെൽപ്പറും കൂടെ ഉണ്ട്. അപ്പൊ ആ ആളിനോട് മാമി പൊതി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. മാമി തന്നു വിട്ട് ഞാൻ അത് അങ്ങനെ കൊണ്ടുപോയി. ഇന്ന് കൊണ്ടുപോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം മാമൻ വിളിച്ചു പറഞ്ഞു 2 പൊതി കാണും അതിനകത്ത്, ഒന്ന് അങ്ങ് എടുത്തോ, മറ്റേ ആൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ പൊതി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു. നിറയെ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ചീരത്തോരൻ, മീൻ വറുത്തത്, പിന്നെ ചമ്മന്തി, കടുമാങ്ങ, സൂപ്പർ കൂട്ടാനും കൂട്ടി ഉച്ചയ്ക്ക് നല്ല ലാവിഷായിട്ട് കഴിച്ചു. അപ്പൊ ഇപ്പൊ എനിക്ക് വൈകിട്ട് അധികം വിശപ്പൊന്നും ഇല്ല. എന്നാലും നമ്മൾ ചോറുണ്ണണമല്ലോ, കഴിക്കാം. നമുക്ക് മീനായിട്ട് കഴിക്കാം. ഓ, എന്തോരം ബലൂണാ പറത്തി വിടുന്നത്. എന്തോരം പടങ്ങോ മോനിക്കുട്ടൻ വരച്ചു വെച്ചേക്കുന്നതുണ്ട്. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഈ പൂവ് അതും ഇഷ്ടപ്പെട്ടു. ഇത് മോനുകുട്ടന്റെ മാത്രം കരവിരുതല്ല കേട്ടോ. ഇത് ജാനിക്കുട്ടിയുടെയും മോനുകുട്ടന്റെയും കൂടെ കരവിരുത. നമ്മുടെ വീഡിയോസിൽ പലരും പറഞ്ഞു ഈ അലമാരയിലെ പെയിന്റിങ് ആണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടോ, മോനുകുട്ടൻ, രാമൻ, ജാൻ, അവരുടെ പരിപാടി. ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് അങ്ങ് തകർത്ത്. ഞാൻ വന്നപ്പോൾ മുറിക്കകത്ത് വന്നപ്പോൾ ഇത് കാണിച്ചു. വേണ്ട ഒന്നും വരയ്ക്കണ്ട. ഓ, അച്ചച്ചൻ, ലവ് യു അച്ചച്ചൻ. ഉമ്മയെന്ന് എഴുതിയേക്കുന്നത് കേട്ടോ, അക്ഷരത്തെറ്റുണ്ട്, ഊമയെന്ന് എഴുതിയേക്കുന്നത്. ലവ് യു. എല്ലാ അച്ചാച്ചനോടാ ലവ് യു പറഞ്ഞേക്കുന്നത്. വരയ്ക്കണ്ട, ഈ സ്കെച്ച് എടുത്ത് ഞാൻ മാറ്റി വെക്കും. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരമ്മയും 2 പെൺകുഞ്ഞുങ്ങളും. അത് എന്താ പറയുന്നത്, അവരവരുടെ ജീവൻ ഒടുക്കി അവർ ഈ ലോകത്തൊന്ന് കടന്നുപോയി. അതിനുശേഷം അങ്ങനെ ആവാമായിരുന്നു, ഇങ്ങനെ ആവാമായിരുന്നു എന്ന് ചുറ്റും നിന്ന് ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊരു അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട കമന്റ്, ആരോടെങ്കിലും ഒക്കെ ഒന്ന് പങ്കുവെക്കാമായിരുന്നില്ലേ, ആരും സഹായത്തിനുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകളാണ് കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പങ്കുവെച്ച രക്ഷ കിട്ടും എന്ന് ഞാൻ കരുതി ഞാൻ പങ്കുവെച്ച ഇടങ്ങളിലൊന്നും, അത് നിയമ സംവിധാനത്തിലായാലും കോടതിയിലായാലും ഏത് രീതിയിൽ ഞാനത് ഷെയർ ചെയ്ത് എനിക്കൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടോ, അവിടെ നിന്നൊന്നും എനിക്ക് ഒരു പരിഹാര മാർഗങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു പരിഹാര മാർഗങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട്, കുഞ്ഞുങ്ങളെ വളർത്താൻ നിവർത്തിയില്ലായ്മ ഒരുപാട് ഇടങ്ങളിൽ അലഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അപ്പം 1 വർഷം സാലറി ഇല്ലാതെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര വർഷത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട്, അങ്ങനെയൊക്കെയുള്ള 100,000 കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിവാക്കും. അപ്പോൾ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു വരുമാനത്തിന് അവർക്ക് പറ്റാതെ വന്നു. അപ്പോൾ പിന്നെ അവരുടെ മുന്നിൽ ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദവും ഈ വരുമാനമില്ലായ്മയും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് അവർ പെട്ടെന്ന് അവർക്ക് അതിനുള്ള ഒരു ധൈര്യം വന്നു, അവരത് ചെയ്തു. അപ്പോൾ നമുക്ക് വെളിയിൽ നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ പലതും ചിന്തിക്കാം. അങ്ങോട്ട് പറയായിരുന്നു, ഇങ്ങോട്ട് പറയായിരുന്നു, അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു, ജീവിക്കായിരുന്നു, കരുത്താർജിക്കായിരുന്നു, ഒക്കെ പറയാനേ പറ്റുള്ളൂ. അതൊക്കെ എന്താ പറയുന്നത്, അതിനൊക്കെ ഒരു സാഹചര്യം സമൂഹമാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാത്തത് കൊണ്ടാണ് പലതും ആത്മഹത്യയിലേക്ക് പോകുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുടെ മുഖം മാറുന്നതേയില്ല. ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ആകാശദൂത് സിനിമയില് മാധവി മരിക്കുകയാണ്, ഇനി ഒരു രക്ഷയില്ല, അസുഖം വന്നു എന്നുള്ളൊരു സീൻ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പലയിടങ്ങളിലാക്കുന്ന ഒരു കുറേ ഭാഗങ്ങളുണ്ട്. അതാണ് എൻ്റെ ഹൃദയം തകർത്തിട്ടുള്ളത്. അന്നും ഇന്നും എന്നും അതാണ് എൻ്റെ ഹൃദയം തകർക്കുന്നത്. പക്ഷെ അന്ന് സിനിമ കണ്ട സമയത്ത്, ആദ്യമായിട്ട് കണ്ട സമയത്ത് നമ്മൾ കുട്ടികളാണ്, നമ്മൾ അതിലൊരു കുട്ടിയായി, നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാലോ എന്നോർത്ത് നമ്മൾ ആ ഒരു കുട്ടിയുടെ മനസ്സോടെ കരഞ്ഞു. പക്ഷെ പിന്നീട് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നു, ആ ഒരു അവസ്ഥ എനിക്ക് വന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. അന്ന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിക്കണം. ഈ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഏൽപ്പിക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആയപ്പോൾ മോനിക്കുട്ടനെയും മുത്തിനെയും ഞാൻ ആദ്യം ഇവിടെ മാമിൻ്റെ അടുക്കലാക്കി. അങ്ങനെ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ പോയും വന്നു. പിന്നെ എനിക്ക് എപ്പോഴും അങ്ങ് ആശുപത്രി പോക്കാണല്ലോ ആ സമയത്തൊക്കെ. അപ്പം അങ്ങനെ പോകുമ്പോൾ എനിക്ക് നമ്മൾ വീട് വാടകയ്ക്ക് എടുത്തെടുത്ത് എനിക്ക് ആഹാരം ഉണ്ടാക്കാനും ഒന്നും വയ്യാതായതോട് ഇവിടെ തന്നെ മാമിൻ്റെയും കൂടെ തന്നെ ഞങ്ങളവിടെ താമസിച്ചേ. അപ്പോൾ ജാനിക്കുട്ടി മോനിക്കുട്ടനും ജാനിക്കുട്ടിയും കൂടെ 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ജാനിക്കുട്ടി ജനിച്ച സമയമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ആയപ്പോൾ ഞാൻ മുത്തിനെ ഹോസ്റ്റലിലാക്കി. മുത്തിനെ സ്കൂളിൽ വിടണമല്ലോ, മുത്തിനെ ഞാൻ ഹോസ്റ്റലിലാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, മുത്തിനെ ഹോസ്റ്റലിലാക്കി, മോനിക്കുട്ടനെ ഇവിടെ ഏൽപ്പിക്കും, ഒന്നിൽ അമ്മയെ ഏൽപ്പിക്കും. പിന്നെ കുറേ കാര്യങ്ങൾ വന്നപ്പം എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു. വീണ്ടും വാടക വീട്ടിലേക്ക് പോയി. വാടക വീട്ടിലേക്ക് പോയപ്പം എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് കൊച്ചവളുടെ അമ്മ വരുമായിരുന്നു. 1.5-2 വർഷത്തോളം മാമി വന്നും പോയി മോനിക്കുട്ടനെ നോക്കി. രാവിലെ വരും, രാവിലെ അവരെ രണ്ടുപേരും അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, കൊച്ചോളും ചിപ്പി. അവരെ രണ്ടിനെ സ്കൂളിൽ വിട്ടിട്ട് മാമി ഓടിപ്പാഞ്ഞ് ബസ് കയറി. ഇവിടെ എല്ലാ സമയത്തും ബസ്സില്ല, നമുക്ക് പ്രത്യേക സമയത്തൊക്കെ ഉള്ളു ബസ്. ആ ബസ്സിന് കയറി ഇവിടെ വരും. ഇവിടെ വന്ന് മോനിക്കുട്ടനെയും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ആഹാരമെല്ലാം റെഡിയാക്കി അങ്ങനെ വൈകിട്ട് തിരിച്ചു. അങ്ങനെയാണ്. അങ്ങനെ ഒരവസ്ഥ ആർക്കും വരരുത്. അത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നരകമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് വെച്ച് ജീവിക്കാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത്. അപ്പം മരണത്തിലേക്കാണെങ്കിലും ജീവിതത്തിലേക്കാണെങ്കിലും കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരമ്മയുടെ സ്വാർത്ഥതയായിരിക്കും. അവരത് ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി എനിക്ക് എഴുതണമെന്ന് അത്രമേൽ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് ആ കുഞ്ഞുങ്ങളുടെ മുഖം കേട്ടോ. അവരെത്ര ധൈര്യത്തിലാണ് ആ അമ്മയോടൊപ്പം ചേർന്നിരുന്നിട്ടുണ്ടാവുക അല്ലേ. അതാണ് നമ്മൾക്ക് പറയാനേ പറ്റുള്ളൂ. എന്താ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അവരനുഭവിച്ച പ്രയാസങ്ങൾ എന്താണ്, അവരുടെ ജീവിതം എന്താണെന്ന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. പുറമേ നിന്ന് എന്തും ആർക്കും വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും സ്വർഗത്തിൽ ശാന്തി ഉണ്ടാവട്ടെ. ഭൂമിയിൽ അവരത് അനുഭവിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ അവരിവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ സ്വർഗത്തിൽ അവർക്ക് ശാന്തി ഉണ്ടാവട്ടെ. അപ്പോൾ ഭൂമിയിൽ അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ, ഒരു നേരം സ്വസ്ഥത കൊടുക്കാതെ, സന്തോഷങ്ങൾ പകരാതെ അവരിവിടുന്ന് പോയപ്പോൾ അവരുടെ ജീവനറ്റ ശരീരം, അത് ശരീരം പോലും
നേരെ ചൊവ്വ കിട്ടിയില്ല. അത് വാരി വെച്ച് എന്താ മരണാനന്തര ശുശ്രൂഷകളും കുറേ പൂക്കളും റീത്തും ഒക്കെ എന്തൊരു ഗംഭീരമായ യാത്രയയപ്പല്ലേ. അപ്പം ഞാനത് എൻ്റെ പ്രിയപ്പെട്ടവരോട് പലരും എന്നെ വ്യക്തിപരമായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഇങ്ങനെ പലരും ഉണ്ടാവും നമ്മൾ ജീവിക്കുന്നത് കാണുമ്പോൾ അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അല്ല ഏത് രീതി വേണമെങ്കിലും കഥകൾ പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് ജീവിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ മരിച്ചാലും ജീവിച്ചാലും ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നാൽ മതി. മരിക്കുന്നതിൻ്റെ അത്ര ധൈര്യമൊന്നും വേണ്ട ജീവിച്ച് തീർക്കാൻ കേട്ടോ. നമുക്ക് കഴിക്കാം. മോനിക്കുട്ടോ വാ, ചോറുണ്ണട്ടെ. അവിടെ അമ്മ ഇച്ചിരി അവിയലൊക്കെ തന്നെ. എന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് പോകുന്നതാ. എനിക്ക് ദേഷ്യമാണ്. കഴിക്കട്ടെ. മനുഷ്യരല്ലേ, സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ. അതുകൊണ്ടാട്ടോ. ചോറ് കളയാതെ മോനിക്കുട്ട. ഉണ്ടല്ലോ, നമുക്ക് രണ്ടുപേർക്കും പോരെ. അത് മതി. ഇച്ചിരിയും ചോറ് മതി എനിക്ക്. ഇത്രയും ചോറ് മതി. എടുത്തത് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ചമ്മന്തിപ്പൊടി, പച്ചമോര്, പിന്നെ മീൻ വറുത്തത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. എല്ലാവരോടും സ്നേഹം. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.